നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഇന്ന് കേസെടുക്കാനായിട്ട് നിർദ്ദേശം. DGP നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു. അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ആൾക്കാർ പുതിയതായിട്ട് കൂടുന്നു. 5-6 പേര് കമ്പനിയിലോട്ടാകുന്നു. സാങ്കേതിക വിദഗ്ധരെ ഉൾക്കൊള്ളിക്കുന്നു. കേസെടുക്കുന്നു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുന്നു. പരാതിക്കാർ മാത്രമില്ല. എന്തോന്നൊരു ആഭ്യന്തരമാണടേ ഇത്. പരാതിക്കാരില്ലാതെ, പരാതിയില്ലാതെ, എന്തൊരു കഷ്ടമാണ്. ഞാനൊക്കെ ഓർത്തുകൊണ്ടിരുന്നത് ഈ IAS എന്നും IPS എന്നും ഒക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിക്കണം, ഭയങ്കര ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യണം, അതൊക്കെ ചാടിക്കടക്കണം, എന്നിട്ട് അവസാനം കിട്ടുന്ന സാധനമായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി ഇതൊക്കെ ആർക്ക് വേണേലും കിട്ടും. ഇതുപോലുള്ളവന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നേ. ഈ ഭരിക്കുന്നവന്മാർക്ക് വിവരം ഇല്ലെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഒരു IAS-കാരനല്ലേ ഒരു IPS-കാരെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ ആരാണ് നിങ്ങൾ? നിങ്ങളെപ്പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ പൊട്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. എൻ്റെ പൊന്നു സാറേ, ഇത് ചുമ്മാ ഇതൊക്കെ എടുത്ത് കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കോടതി ചവിട്ടിക്കോട്ടയിൽ വലിച്ചെറിയും, ഞങ്ങളെയും കൂടെ വഴക്ക് പറയും. അതുകൊണ്ട് ഈ കേസൊന്നും വേണ്ട, പരാതിക്കാരുമായിട്ട് വരട്ടെ എന്നൊക്കെ പറയണ്ടേ. ഇപ്പം തെണ്ടുവാണ് ഇരുന്നുകൊണ്ട്. പരാതിക്കാരുണ്ടോ, പരാതിക്കാരുമില്ല, ആരുമില്ല. പക്ഷേ ഞങ്ങൾ കേസെടുക്കും, MLA സ്ഥാനവും കൂടെ രാജിവെപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ജനസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പാലക്കാട് ജനസമ്പർക്കമാണല്ലോ ഇപ്പം നടക്കുന്നത്. ഷാഫി പറമ്പിൽ എന്ന ഒരു യുവ MP-യുടെ മണ്ടയിൽ കുതിര കയറാനായിട്ട് കുറച്ചെണ്ണം ചെന്നു, നടന്നില്ല. അവൻ തൻ്റെ ഇടത്തോടെ നിന്നുകൊണ്ട് എല്ലാവരും ഓടി. അത് കഴിഞ്ഞ് അവർ തന്നെ പത്രക്കുറിപ്പ് ഇറക്കി, ഞങ്ങൾ MP-നെ തടയാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശമില്ലായിരുന്നു. സമരങ്ങൾ അടപടലം മൂഞ്ചി കഴിയുമ്പോഴത്തേക്കും പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം സർക്കാർ നിർദ്ദേശിച്ച് കേസെടുത്താലും കോടതി ചെന്നാലും ഇതൊന്നും അവിടെ നിലനിൽക്കത്തില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് വേടൻ എന്ന ചെറുപ്പക്കാരൻ്റെ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. അതെന്താണ് പറഞ്ഞതെന്നൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ജാമ്യവും കൊടുത്തു. ഇവിടെ അതുപോലുമല്ല, പരാതിയില്ല, പരാതിക്കാരുമില്ല. എന്നിട്ടും കേസെടുക്കാനായിട്ട് നിർദ്ദേശം. കേസെടുത്തു. ഇപ്പം പരാതിക്കാരെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. എന്താണെങ്കിലും കേസെടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കേസെടുക്കട്ടെ. കേസെടുത്ത് കോടതിയിൽ FIR, ചാർജ് ഷീറ്റ് ഒക്കെ സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് പരാതിക്കാരെന്ന്. ആ പരാതിക്കാരെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നത്തെ പരാതിയാന്ന് മനസ്സിലാക്കാൻ പറ്റും. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനും സാധിക്കും. അതിന് സർക്കാർ ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. എന്നാലും എൻ്റെ സജി, എന്തിനാണ് ഈ പ്രഹസനം? നന്ദി, നമസ്കാരം.